അമ്മയ്ക്കിതെന്താ പറ്റിയേ? ഇതൊക്കെ ഇങ്ങനെ കുഴച്ച്. ഓ സബാഷ്, കിടിലൻ ഫുഡ്, പൊളിച്ചു. അതെ, കുറച്ചുകൂടി ചോറ് വിളമ്പാട്ടോ. ഓ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലെ ഫുഡ് സൂപ്പർ ആട്ടോ. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നെന്ന് സുസ്മിത പറഞ്ഞില്ലല്ലോ. സുസ്മിത തന്നെ ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞേ? അതൊക്കെ നോണയാണെന്നേ. ഈ നിൽക്കുന്ന കുട്ടി കുടുംബശ്രീ ഹോട്ടലിലെ പ്രൊപ്പറേറ്റർമാരിലെ ഒരാളാ. ശാരദാമ്മയുടെ രണ്ടാമത്തെ മോളെ. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തന്നെ ഞെട്ടിക്കുന്നായിരുന്നല്ലോ സുസ്മിതയുടെ വെല്ലുവിളി. ഈ കുട്ടി വന്നോടെ അതങ്ങോട്ട് ചീറ്റിപ്പോയി. പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ടേ നമുക്ക് എല്ലാവർക്കും കൂടി ആ ബാൽക്കണി കയറിയിട്ടൊന്ന് നോക്കണേ. കാക്കയോ പൂച്ചയോ മലർന്ന് വർക്കുണ്ടോന്ന് അറിയാലോ. അതെ, ഈ കുട്ടി പറഞ്ഞത് നുണയല്ല. സുസ്മിത തന്നെയാ ഈ ഭക്ഷണം ഉണ്ടാക്കിയത്. ഞാൻ സുസ്മിതയുടെ ഫ്രണ്ടാണെന്നുള്ളതും സത്യമാണ്. ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാ ഞാനിവിടെ വന്നത്, അല്ലാതെ. അതെ അതെ, ഹോട്ടലിൽ നടത്തുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് കരുതി എന്റെ മോൾക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൂടെ? എന്തിനാണ് സുസ്മിതയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എല്ലാരും കൂടി നുണ പറയുന്നേ? എടോ, താനെങ്കിലും ഈ നുണ പറയാതിരുന്നൂടെ? ശാരദാമ്മയുടെ മോളല്ലേ താൻ? കുറച്ച് മാമ്പഴ പുളിശ്ശേരി കൂടി വിളമ്പൂ, ഉഗ്രൻ ടേസ്റ്റാ. ശാലിനി വിളമ്പി തന്നാ മതി. ഞാൻ വിളമ്പാ വിഷ്ണു ഏട്ടാ. ശാലിനി, താൻ തന്നെ വിളമ്പ്. എന്നാ ഇരിക്കല്ലേ, ഭയങ്കര വിശപ്പ്. ഒഴിച്ചോളൂ. ഈ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഫുഡിന് എന്തോ ഒരു സംഗതി ഉണ്ട്, വേറെ എവിടെ ഇല്ലാത്തത്. എന്താ അതിന് പറയാ? കൈപുണ്യം. അത് ശാരദാമ്മയുടെ ആണോ അതോ ഈ നിൽക്കുന്ന ആളുടെ ആണോ? സുസ്മിത, നീ എന്നെ വെല്ലുവിളിച്ചില്ലേ ഫുഡ് ഉണ്ടാക്കി ഞെട്ടിക്കൂന്ന്? സത്യം പറഞ്ഞാലേ ഞെട്ടിച്ചു. കിട്ടില്ല ഫുഡാ. അതെ, ഫുഡ് ഉണ്ടാക്കാൻ ശാരദാമ്മയുടെ കുടുംബശ്രീ മാതൃകയ്ക്കോ. ഇങ്ങനെ വായി വെക്കാൻ കൊള്ളാവുന്ന വലുതും വച്ചുണ്ടാക്കാൻ പഠിക്കുന്നീയേ. ബാക്കിയെല്ലാം ചാവാറ. എപ്പോഴും സ്ഥലം വിടാൻ പറഞ്ഞതാ ഞാൻ ഈ പീറ പെണ്ണിനോട്. അപ്പൊ അവളുടെ മുക്കാച്ചക്രത്തിന്റെ വിലയുള്ളൊരു പാത്രം. ബ്ലഡി ഫൂൾ. വെച്ചിട്ടുണ്ടടി എനിക്കുള്ളത് ഞാൻ. ഇപ്പൊ ഈ പണം വാങ്ങിക്കും. അതിനു പകരം നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് ഗോപാലേട്ടൻ നേരിട്ട് വരും. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഓരോരുത്തരെയും കൈ പിടിച്ചു കൊടുക്കാൻ. അമ്മേ, അമ്മേ, എന്തു പറ്റിയമ്മേ? എന്തു പറ്റാൻ? നിനക്കിപ്പോ എന്താ വേണ്ടേ? അമ്മയ്ക്ക് എന്താ ഒരു വല്ലായ്മ പോലെ? ചെറിയൊരു പനിക്കോളുണ്ടെന്ന് തോന്നുന്നു. അതൊരു ചുക്ക് കാപ്പിട്ട് കുടിച്ചാ മാറും. എവിടെ നോക്കട്ടെ. എന്നെ തൊടണ്ട. ഈ അമ്മയ്ക്ക് ഇതെന്താ? ഞാൻ എന്താ തൊട്ടാല്? പനി പകർന്നെടുക്കണ്ട, അത്ര തന്നെ. എന്നാ പിന്നെ ഒരു കഷായം ഉണ്ടാക്കി തരട്ടെ?
അതൊക്കെ ഞാൻ ഉണ്ടാക്കി കുടിച്ചോളാം. എനിക്കിത്തിരി മനസമാധാനം തന്നാ മതി. അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടോ? ഡീ, നിന്നോട് എഴുന്നേറ്റ് പോവാനല്ലേ പറഞ്ഞത്? പോങ്ങോട്ട്. ശരി, ഞാൻ പോണു. അത്താഴത്തിനുള്ള അരി കഴുകിട്ട പിന്നെ ഞാൻ കിടന്നുറങ്ങാൻ പോവാ. ശാന്തേച്ചിയോട് പറഞ്ഞാ മതി തിളയ്ക്കുമ്പോ വേവ് നോക്കാൻ. ഈശ്വര, എന്താ അമ്മേ? നീ ഇന്ന് അരി ഇടണ്ട, ഞാൻ ഇട്ടോളാം. അതെന്താ? ഇടണ്ടെന്ന് പറഞ്ഞ ഇടണ്ട, അത്ര തന്നെ. ഇന്ന് ഞാനല്ല അരി ഇടുന്നത്. ഇന്ന് ഞാൻ ഇട്ടോളാന്നല്ലേ പറഞ്ഞത്. നീ ഇടുമ്പോ അളവ് ശരിയാവുന്നില്ല. എന്നും ചോറ് വെറുതെ കളയാൻ പറ്റില്ല. അതിന് എന്നാ ചോറ് ബാക്കി വന്നത്? ദേ, എന്നെ ചോദ്യം ചെയ്യാനൊന്നും നിക്കണ്ട കേട്ടോ. ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി. എന്താ അമ്മേ? അയ്യേ, കരയാനും പിഴിയാനും നിക്കില്ലേ? അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തിന്റെ കേടാ? വേറെ ഉണ്ടല്ലോ 2 പെമ്പിള്ളേര്. അവരാരെങ്കിലും എന്റെ വാല് തൂങ്ങി നടക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? എന്റെ പിന്നാലെ നടക്കാതെ നീ പോയി ഹോട്ടലിലെ ജോലി എന്താന്ന് വെച്ചാ നോക്ക്. അവിടെയാണെങ്കിൽ ശാലിനി ഇല്ല, ശ്യാമയില്ല. ആ എടി, നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഓടി. അമ്മയുടെ ഉള്ളിൽ എന്തോ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറില്ല. അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കണം. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തന്നെ ഞെട്ടിക്കുന്നായിരുന്നല്ലോ സുസ്മിതയുടെ വെല്ലുവിളി. ഈ കുട്ടി വന്നോട് അതങ്ങോട്ട് ചീറ്റിപ്പോയി. പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ടേ നമുക്ക് എല്ലാവർക്കും കൂടി ആ ബാൽക്കണി കയറിയിട്ടൊന്ന് നോക്കണേ. കാക്കയോ പൂച്ചയോ മലർന്ന് വർക്കുണ്ടോന്ന് അറിയാലോ. സുസ്മിതേ, എനിക്കറിയാം നിന്റെ മനസ്സിലൂടെ ഇപ്പൊ എന്താ കടന്നു പോകുന്നതെന്ന്. അതെല്ലാം മറന്നു കളയേ. നീ അകത്തേക്ക് വാ. അവരെല്ലാം കാത്തിരിക്കുക. കാത്തിരുന്നിട്ട് മുഖത്ത് നോക്കി പരിഹസിച്ച് ചിരിക്കാനോ? ഐ എം ഫെഡപ്പ് അമ്മ, ഫെഡപ്പ്. അങ്ങനെ നിരാശപ്പെട്ടാലോ? അതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത്? നീ അവർക്ക് നല്ലൊരു ലഞ്ച് കൊടുക്കാന്ന് പറഞ്ഞു. അതവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെന്താ? അമ്മ കാര്യങ്ങൾ അങ്ങനെ നിസ്സാരമാക്കാതെ. വെറുതെ ഒരു ലഞ്ച് കൊടുക്കാന്നാണോ ഞാൻ പറഞ്ഞത്? ഞാൻ സ്വന്തം കൈകൊണ്ട് ലഞ്ച് ഉണ്ടാക്കി കൊടുക്കാമെന്നാ പറഞ്ഞത്. അത് ഇഷ്ടപ്പെടുത്തോന്ന് ചലഞ്ച് ചെയ്തു. നാണക്കേട്. ഇത് വല്ലത് ഞാൻ ഉണ്ടാക്കി വെച്ചതാണോ? നിന്നോടാരാ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്ന് ചലഞ്ച് ചെയ്യാൻ പറഞ്ഞത്? എന്നിട്ട് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് തന്നെ ഭക്ഷണം വാങ്ങണമായിരുന്നോ? വിഷ്ണു അവിടെ പോയി പതിവായി ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ അവിടെ ഉള്ളവരെ അവന് പരിചയം കാണുമെന്ന് ആലോചിക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാതായി പോയല്ലോ നിനക്ക്. ഒന്നും വേണ്ട. ആ പെണ്ണു വന്നപ്പോ ഭക്ഷണം വാങ്ങി വെച്ചിട്ട് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നോ? അപ്പൊ അവൾ അവളുടെ അമ്മായിയമ്മയുടെ പാത്രം കൊണ്ടേ തിരിച്ചു പോവുള്ളൂന്ന്. വേണ്ടി വന്ന ആ മൊത്തം പാത്രത്തിന്റെ വില നമ്മളങ്ങ് കൊടുക്കുമെന്ന് പറയാൻ പാടില്ലായിരുന്നു നിനക്ക്. ആ ബുദ്ധിയും പോയില്ലല്ലോ നിനക്ക്. അവൾ അതൊന്നും സമ്മതിക്കുന്ന ജനസല്ല അമ്മേ. ആത്മാഭിമാനം അന്തസ്സിൽ കുഴച്ചുരുട്ടി ഉണ്ടാക്കിയ പ്രകൃതം കണ്ടപ്പോ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഒരെല്ലു കൂടുതലാണെന്ന് തോന്നി. ആ എല്ലിന്ന് ഒടിച്ചിട്ടേ അവളെ ഇവിടുന്ന് പടിയിറക്കൂ. അമ്മ പൊയ്ക്കോ. ഐ നീഡ് സം ടൈം.
ഭക്ഷണം ഉണ്ടാക്കി തൂക്കിയെടുത്ത് കൊണ്ടുവരണം, പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം, പിന്നെ വിളമ്പണം. ഒടുവിൽ അത് വൃത്തിയാക്കി തൂക്കിയെടുത്ത് തിരികെ കൊണ്ടുപോകണം. അതും വെറും 10 ഊണിന്റെ പേരില്. അമ്മ പറഞ്ഞാ മതിയല്ലോ. ഞാനാ ഫുഡ് ഉണ്ടാക്കിയെന്ന് ഒരുത്തി, അതല്ല ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലാ ഉണ്ടാക്കിയെന്ന് വേറൊരാൾ. രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. സപ്പോർട്ട് ചെയ്യാൻ ഓരോരുത്തരും. ലഞ്ച് ചലഞ്ച് പോലും ലഞ്ച് ചലഞ്ച്. ഇതെന്താ ഇന്ത്യ പാകിസ്ഥാൻ തർക്കോ? ഞാൻ സഹായിക്കണോ? വേണ്ട, കഴിഞ്ഞു. അതെ, ആ കക്ഷി അറിയൂ? ആരെ? ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് പോയില്ലേ ആ കക്ഷി? ആ, ഒരു പരിചയക്കാരനായിട്ട് വരും. ആ തുണിക്കട ബൊമ്മക്കുട്ടിയായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുക അയാൾക്ക്. തുണിക്കട ബൊമ്മക്കുട്ടിയോ? ഏത് തുണിക്കട? അയാൾക്ക് വിളമ്പി കൊടുക്കാനൊക്കെ നിന്ന ആ പെണ്ണില്ലേ, ലിപ്സ്റ്റിക്കും പൂശി ഷോള് വിട്ട് തുണിക്കടയ്ക്ക് മുന്നിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന ബൊമ്മയാ അവളെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത്. കല്യാണം ഉറപ്പിച്ചിരിക്കാന്നുള്ളത് സത്യം, പക്ഷേ അത് നടക്കാൻ സാധ്യത കുറവാന്ന് തോന്നുന്നു. കഥയിലേക്കൊരു വില്ലെത്തി. സോറി, പുതിയൊരു നായിക തന്നെ എൻട്രി ആയോ എന്നൊരു സംശയം. അതാരാ? സസ്പെൻസ്. നിന്നെ കാണാൻ എന്തു ഭംഗിയാ, പക്ഷെ ഒന്ന് ചേർത്ത് പിടിക്കാന്ന് വെച്ചാ ആ മുള്ളുകൊണ്ട് എന്നെ കുത്തി നോവിക്കുമെന്ന പേടി. ഏട്ടാ, പ്രീതി, ഏട്ടൻ എന്താ ഇവിടെ ഈ ഗാർഡനിൽ നിന്ന് കറങ്ങുന്നത്? തിരിച്ച് വീട്ടിലേക്ക് വരാൻ ഉദ്ദേശമൊന്നുമില്ലേ? വരാതെ പിന്നെ നീ എന്തോ അർത്ഥം വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. അർത്ഥമുണ്ട്. ഏട്ടന് പെട്ടെന്ന് വിട്ടുപോകാൻ വയ്യാത്ത എന്തോ ഒരു കാന്തശക്തി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടോന്നൊരു സംശയം. ഇന്ന് ഒരുപാട് ജോലിയുണ്ടെന്ന് പറഞ്ഞ വിഷ്ണുവേട്ടൻ ഈ ഗാർഡനിൽ വന്ന് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ പ്രേം നസീറിനെ പോലെ റോസാപ്പൂ നോക്കിയിരിക്കോ? എന്തു കാന്തശക്തി? ആ ചുന്ദരിക്കോതനാണോ നീ ഉദ്ദേശിച്ച സുസ്മിത? ഏയ്, സുസ്മിതയെ കണ്ടിട്ടൊന്നും ഏട്ടൻ ഇങ്ങനെ ഒരു ഇളക്കം ഉണ്ടായി കണ്ടിട്ടില്ല. ഇതാ ശാലിനിയെ കണ്ടിട്ട. ദേ കണ്ടില്ലേ, മുഖത്താകെ ഒരു മാറ്റം വരുന്നത്. സത്യം പറ വിഷ്ണുവേട്ടാ, ഏട്ടനും ആ ശാലിനിയും തമ്മിൽ എന്താ? ഒരു സീക്രട്ട് ലവ് ആണോ? അത് നിനക്കങ്ങനെ മനസ്സിലായി? അത് മനസ്സിലാക്കാൻ പ്രശ്നം വെച്ച് നോക്കൊന്നും വേണ്ട വിഷ്ണുവേട്ടാ. ഈ പ്രേമോന്ന് പറയുന്നതേ വല്ലാത്തൊരു അപകടം പിടിച്ച സംഭവമാ. പ്രേമിക്കുന്നവർ വിചാരിക്കും മറ്റാരും അത് തിരിച്ചറിയില്ലെന്ന്. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ അടുത്തെത്തുമ്പോ നമുക്ക്
നമുക്ക് നമ്മുടെ കൈ വിറയ്ക്കും, ശ്വാസഗതി മാറും, ചിലപ്പോ വിയർക്കുകയും ചെയ്യും. മുഖമൊക്കെ ദാ ഈ റോസാപ്പൂ പോലെ ചുവന്ന് തുടുക്കുംന്നുറപ്പാ. മാത്രമല്ല ചുറ്റുമുള്ള സകലതിനോടും നമുക്കൊരു ഇഷ്ടവും തോന്നും. ചുരുക്കി പറഞ്ഞാൽ മുഖത്ത് തന്നെ എഴുതി വച്ചിട്ടുണ്ടാവും ഞാൻ പ്രണയത്തിലാണെന്ന്. അനിയത്തിയാണെങ്കിലും ഇക്കാര്യത്തിൽ എക്സ്പീരിയൻസ് കൂടുതൽ എനിക്കാ. മനസ്സിലായോ? മുൻപ് കുടുംബശ്രീ ഹോട്ടലിനെ പറ്റി ഏട്ടൻ വാ തോരാതെ പറയുമ്പോഴേ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഫുഡിന്റെ കാര്യമൊക്കെ സൂപ്പർ ടേസ്റ്റ്. പക്ഷെ അതിനേക്കാൾ ഏട്ടൻ ഇഷ്ടപ്പെട്ടത് അതുണ്ടാക്കുന്നയാളെയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ദേ 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 ഇപ്പൊ പ്രതി തൊണ്ടി സഹിതം പിടിയിലായല്ലോ. ഇനി ഈ വിഷയം ഞാൻ കൈമാറിക്കോട്ടെ, സാക്ഷാൽ സത്യഭാമയ്ക്ക് തന്നെ. വേണ്ട മോളെ, ചതിക്കല്ലേ, അമ്മ എന്നെ കൊല്ലും. അപ്പൊ പിന്നെ എങ്ങനെ വണ്ടി മുന്നോട്ട് കൊണ്ടുപോവാ? അതാ സമയത്ത് എങ്ങനെയും ഡീൽ ചെയ്യാൻ നോക്കാന്നേ. പ്യാർ കിയാ തോ ഡർനാ കിയാ എന്നല്ലേ പാട്ട്. ഓഹോ, അപ്പൊ പാട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? അപ്പൊ ഈ റൂട്ട് 1 വേ ആണോ 2 വേ ആണോ? എന്താണ് അവസ്ഥ? ഇപ്പൊ തൽക്കാലം 1 വേ. അതായത് വിഷ്ണുവിന്റെ ഈ അഗാധ പ്രണയത്തിന്റെ കാര്യം ശാലിനിക്ക് അറിയില്ല എന്നർത്ഥം. അപ്പൊ ഒരു കുഴപ്പമുണ്ടല്ലോ വിഷ്ണുവേട്ടാ. കമഴ്ത്തി വെച്ച കുടത്തിനുള്ളിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെയാ അതിപ്പോ. ആ പ്രകാശം ആരും കാണുന്നില്ല, ശാലിനി പോലും. ഏട്ടന്റെ കല്യാണമാണെങ്കിൽ അമ്മ സുസ്മിതയായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇനി നടക്കാൻ പോകുന്ന എന്താണെന്ന് ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞു വരുന്നേ? ഏട്ടന്റെ ഉള്ളിലെ ഇഷ്ടത്തെ എത്രയും പെട്ടെന്ന് ശാലിനി അറിയിക്കണം. അതെന്തിനാ മടിക്കുന്നത്? ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നുന്നത് ഒരു കുറ്റമൊന്നുമല്ലല്ലോ. എടീ, പറയണമെന്നുണ്ട്. പക്ഷെ അവളെ കാണുമ്പോഴേ നീ പറഞ്ഞ പോലെ ഒരു പരിഭ്രമം, ഒരു മാന്ത്രിക വലയത്തിലൊക്കെ പെട്ടതുപോലെ. ഞാൻ പിന്നെ വേറൊരു ലോകത്താ. എന്റെ നാവാണെങ്കിൽ ആ സമയത്ത്. അതിന്റെ പേരാണ് പ്രേമം. ആയിരിക്കും. എടീ, നിനക്ക് ഈ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? ഞാൻ ഏട്ടനെ ഹെൽപ്പ് ചെയ്യാനോ? എടീ, പലിശ പണം പിരിച്ചെടുക്കാൻ പറ. എത്ര കോടി രൂപയാണെങ്കിലും ഏത് രാവണം കൊട്ടയിലും ഞാൻ ചെന്ന് പിരിച്ചെടുത്തോണ്ട് വരാം. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി അതല്ല വല്ല ഗുണ്ടാപ്പടറ കാലൊടിക്കണോ, അതും അല്ലെങ്കിൽ ഇനി അരയിൽ കയ്യും കാലും വെട്ടണോ, റെഡിയാണ്. പക്ഷെ ഇത് മാത്രം നടക്കില്ല, അതാ പ്രശ്നം. പക്ഷെ ഞാനെങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? എടി, അത് ചെയ്യാം. അതിനു മുമ്പ് തൽക്കാലം ഒരു ടെസ്റ്റ് ഡോസ്. ടെസ്റ്റ് ഡോസോ? ആ, ഇപ്പൊ ഈ പൂവില്ലേ, നീ ശാലിനിക്ക് കൊടുക്കണം. എന്താ പറ്റോ? ഞാനല്ലല്ലോ, വിഷ്ണുവിനല്ലേ ഇത് കൊടുക്കണ്ടേ? തൽക്കാലം മോളിപ്പോ ഞാൻ പറയുന്ന പോലെ ചെയ്യേ. ചെയ്തിട്ട് ഈ പൂവ് ശാലിനി മുടി ചൂടിയ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് നമുക്കങ്ങ് ഉറപ്പിക്കാം. എന്തു പറയുന്നു? അതെങ്ങനാ ഇത് ഏട്ടൻ കൊടുത്താണെന്ന് അറിയാതെ? എന്റെ മോളെ, ഇതൊക്കെ ഒരു പരീക്ഷണല്ലേ. മോള് കൊണ്ടേ കൊടുക്ക്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന്. ചേട്ടന്റെ കുട്ടിയല്ലേ, പ്ലീസ് ഇത് കൊടുക്കണേ. അല്ല, ഈ പൂവ് മുടി ചൂടാതെ ശാലിനി തറയിലിട്ട് ചവിട്ടിയരച്ചു കളഞ്ഞാലോ? അത് വെറുമൊരു പൂവല്ല, എന്റെ ഏട്ടന്റെ ഹൃദയമായിരുന്നെന്ന് പറയണോ? പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ. തമാശ. ഒന്ന് നോക്കിക്കളയാം. സുസ്മിതേ, സുസ്മിതേ, ആരുമില്ലേ ഇവിടെ? ഹലോ. മൂക്കുമുട്ട തട്ടിയിട്ടെല്ലാം പോത്തുപോലെ കിടന്നുറങ്ങിക്കാണും. അത് വട്ടുകേസുകളെല്ലാം കൂടി നാട് വിട്ടുപോയോ? കഴിച്ചതിന്റെ കാശ് കിട്ടിയിരുന്നെങ്കിൽ അങ്ങ് പോവായിരുന്നു. ഇവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുന്നു. സുസ്മിതേ, ഹലോ. ഹലോ മാഡം. പോയില്ലേ ഇതുവരെ? എന്തോ ഒരു ടെൻഷൻ പോലെ. എന്റെ ജോലി കഴിഞ്ഞില്ലേ പ്രീതി? പോയിട്ട് ഒരുപാട് തിരക്കുള്ളതാ. ഇവിടെയാണെങ്കിൽ ആരെയും കാണുന്നുമില്ല. കാശ് കിട്ടിയിരുന്നെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു. അവര് മുകളിലുണ്ടെന്ന് തോന്നുന്നു.
കൊറേ നേരമായിട്ട് വിളിക്കുക ആരും ഇറങ്ങി വരുന്നില്ല. അവര് വരും, താൻ കൂളായിട്ടിരിക്കെ. അല്ല, ശാലിനിക്ക് പൂവൊന്നും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. പൂവ് ആർക്കാ ഇഷ്ടമല്ലാത്തത്? അതെന്താ അങ്ങനെ തോന്നാൻ? അല്ല, ഈ പൂവൊന്നും ചൂടി കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഓ അതോ, പെട്ടെന്ന് ഇറങ്ങിയപ്പം പൂവൊക്കെ ചൂടാൻ മറന്നു. പിന്നെ ഇതൊന്നും സാധാരണ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഞാൻ. എന്നാ ശ്രദ്ധിക്കണം. ഇതാ, ഇത് വെച്ചോ.